ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നേപ്പാളിലാണ് ഉള്ളത്. നേപ്പാളിൽ ജുംല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. ഡിസ്ട്രിക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു കറക്റ്റ് ഓർമ്മ, എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ഞാൻ അടുത്തൊരു വില്ലേജിലേക്കായിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല ഇരുട്ടാവും കേട്ടോ. സോ വണ്ടി എന്തെങ്കിലും ഷെയർ ടാക്സി ഏതെങ്കിലും വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പോകണം. അടിപൊളി വ്യൂ എല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. അവിടെ മീൻ പിടിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അവിടെ എന്തൊക്കെയോ ചൂണ്ടിടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ എന്തായാലും മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ തണുത്ത വെള്ളത്തിൽ മീൻ ഉണ്ടാവോ, അതെൻ്റെ ഒരു സംശയമാണ്. ബാക്കി അല്ലാണ്ട് ഇപ്പം മീൻ പിടിക്കുമല്ലാണ്ട് അവർ ആ വെള്ളത്തിൽ എന്ത് ചെയ്യാനാ? അല്ലാണ്ട് ഇവിടെ അങ്ങനെ മീനൊന്നും കാണാറില്ല കേട്ടോ. ആകെ ഈ ഒരു ചെറിയ റിവറില്ലേ, ഇത് മാത്രമേ ഉള്ളൂ. ഇത് നല്ല കുത്തി ഒഴുകുന്നൊക്കെ ഉണ്ട്. ഞാനിതാ കുറേ നേരം നടന്ന് അവസാനം എനിക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ട് ഒരു ട്രക്കിൽ കുറച്ച് ദൂരം. താങ്ക് യു ഭയ്യ, താങ്ക് യു. 2 പയ്യന്മാരുണ്ട് കേട്ടോ. ഈ പയ്യുണ്ട്, താങ്ക് യു. ഈ വ്യൂ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റോഡുണ്ട്, ഇതേപോലത്തെ റോഡ് ഉണ്ടായിരുന്ന സമാധാനം. പക്ഷെ ഇതേപോലത്തെ റോഡിന് കുറച്ച് ദൂരമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ റോഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവർ കാലിക്കോട്ട് അങ്ങനെ എന്തോ പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ വരെ പോകുന്നുള്ളൂ. അവിടെ വരെങ്കിൽ അവിടെ എത്തിയിട്ട് പിന്നെ ബാക്കി തീരുമാനിക്കാമെന്ന് ആലോചിച്ചിട്ടുള്ളത്. എൻ്റെ മോനെ, ഈ റോട്ടിൽ കൂടെ പോലെ ടാസ്ക്കാണ് കേട്ടോ. നോക്ക്, ഈ സൈഡിൽ കൂടെ പോകുന്നത് പേടിയായിട്ട് വയ്യ. ഇങ്ങനത്തെ വണ്ടിയിൽ ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യും? സൈഡിലേക്ക് പോയാൽ താഴേക്ക് വീഴും. ഇവിടെ 2 വണ്ടിക്കൊന്നും പോകാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല ആക്ച്വലി. അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. സീന്. ഓ, എൻ്റെ ഹാർട്ട് ബീറ്റാണ് കൂടുന്നത്. ഇവർക്ക് ശീലമായിട്ട് കുഴപ്പമുണ്ടാവൂല. डर लगता है ऐसा रोड से जाएगा, मुश्किल है. അവർക്ക് കുഴപ്പമില്ല. ഞാനിത് ആ വണ്ടിയിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരിവിടെ വരെ ഉള്ളൂ. ഇനി ഇവിടുന്ന് അപ്പുറം ഇവിടെ അവർ കല്ല് കൊണ്ടിടാൻ വന്നാണ്. തിരിച്ചവർ പോട്ടോ. പോകുന്ന വഴി വണ്ടിയിൽ പേടിയാവും, ശരിക്കും പോലെ പേടിയാവും. നല്ല തണുപ്പും. ഓ, ഇനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ ഒരു ഗ്രാമം എത്തുന്ന പറയുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒന്ന് സ്റ്റേ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഒടുക്കത്തെ തണുപ്പ്. എൻ്റെ ഉള്ളൊരു ജാക്കറ്റ് ഞാൻ ബാക്കിയുള്ളവരിനെ എടുത്തിടുന്നു കേട്ടോ. മൂക്കൊക്കെ ഒലിച്ചിട്ട് തീരെ വയ്യാണ്ട് വന്ന് പേടിയായി തുടങ്ങുന്നു. ഇവിടെ ഒന്നൊരു ഗ്രാമവും കാണുന്നില്ല, ആൾവട്ടവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഇതെല്ലാം ഇപ്പോൾ തടി കൂടിയിട്ട് ടൈറ്റായി തോന്നുന്നു. എനിക്കറിയില്ല, ഇട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇടാൻ പറ്റുമോ. ചെവിയൊക്കെ അടയ്ക്കാണ്ട് വെച്ചിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടും. ഇട്ടോട്ടെ, ഇത് ടൈറ്റാണ്, ടൈറ്റായിട്ട് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, തലയിലിടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. തലയിലിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാവും. കാറ്റ്, ഭയങ്കര കാറ്റാ. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടപ്പോൾ ഒരു സമാധാനമായത്. കാറ്റടിക്കുന്നൊന്നും ശരിക്കും അറിയാൻ പറ്റുന്നില്ല. മറ്റത് ഭയങ്കര സീനായിരുന്നു. വഴിയുണ്ട, ഇതാണ് വഴി. റോഡിപ്പോൾ ഇവിടെ കുറച്ചെങ്കിലും റോഡുണ്ട്, അതിനപ്പുറമൊന്നും റോഡ് പോലും ഇല്ല. ഇനി ഒരു 1 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജിലെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇന്ന് അപ്പം തൊട്ട് രാവിലെ തൊട്ട് ഞാൻ നടക്കുക. ഞാനിന്ന് ആകെ ഒരു ട്രക്കിൽ മാത്രമാണ് ആകെ ലിഫ്റ്റ് അടിച്ച്. ഒരു ബൈക്കോ വേറെ വണ്ടിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് -5ൻ്റെ ജാക്കറ്റാണ്. -5ലൊന്നും പോകില്ല. അപ്പോൾ മാക്സിമം 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് എനിക്ക് ഭയങ്കര തണുപ്പ് തോന്നുന്നു. കൈയൊക്കെ ഫ്രീസ് ആവുന്നു. എൻ്റെ ഗ്ലൗസ് പോലും ഇല്ല. താങ്ക് യു സോ മച്ച്. आपका नाम क्या है? പുഷ്പ. ഓ, അച്ഛാ നാം. ഇത് എനിക്കൊരു മിഠായിയൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. अभी किधर जाएगा? कोल्हापुर जाएगा, नीचे जाएगा. ठीक है, താങ്ക് യു, ധന്യവാദ്. ഞാൻ ഇത്ര നേരം ഇവിടെ സംസാരിക്കായിരുന്നു. പുള്ളിക്കാരി എന്നെ വെച്ച് ടിക്ടോക്കൊക്കെ എടുത്ത്. ഇവിടെ ഫുള്ള് ടിക്ടോക്കാ. ഞാൻ കഴിഞ്ഞ ദിവസം അൺലിമിറ്റഡ് ഓഫർ ചെയ്തില്ലേ, ആ അൺലിമിറ്റഡ് ഓഫർ എൻ്റെ ടിക്ടോക്കിൻ്റെ ഓഫറാണ് അവർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡാറ്റേൻ്റെ അൺലിമിറ്റഡ് ആണ് പറഞ്ഞത്. ടിക്ടോക്ക് എന്നൊരു വാക്ക് പോലും ഞാൻ മിണ്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അവരതാണ് ചെയ്തത്. നല്ല അടിപൊളി സൺസെറ്റാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6:45 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. നോക്കിയേ കണ്ടോ, അവിടെ സണ്ണ് പോയി, പക്ഷേ ആ ലൈറ്റ് അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്രാമം കാണുന്നുണ്ട്, ചെറിയൊരു ഗ്രാമം. അപ്പോൾ ഞാൻ ആ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ആ ഗ്രാമത്തിൽ സ്റ്റേ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചെറിയൊരു ഗ്രാമമാണ്, പക്ഷേ ഇതിൻ്റെ മുകളിലാണ്
വീട് മൊത്തം കാണുന്നത് കണ്ടോ. ഏറ്റവും മുകളിലെ വീടുകൾ മൊത്തം, താഴെ വീടുകളൊന്നുമില്ല. നോക്കി കണ്ടോ, ജസ്റ്റ് 1-2 കടകൾ മാത്രമേ ഉള്ളൂ. മുകളിലേക്കാണ് ഗ്രാമവും വീടുകളും മൊത്തം. അവിടെ നിന്ന് ഈ ഗ്രാമത്തിലെത്തിയിട്ട് ഞാൻ ബാഗ് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ ഒരു പുള്ളിക്കാരി എൻ്റെ അടുത്ത് മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിപ്പോകാൻ കേട്ടോ. ബാഗെല്ലാം അവിടെ താഴെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വണ്ടികൾ പോകുന്നുണ്ട്. കയറി നോക്കട്ടെ. ഇവിടെ നെറ്റ്വർക്ക് ഇടക്ക് കാണിക്കും, ഇടക്ക് 3G കാണിക്കും, ഇടക്ക് 4G കാണിക്കും. അങ്ങനെയാണ് കേട്ടോ. നമസ്തേ. ഈ സമയത്ത് എന്തോ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇവിടെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു റൊട്ടിയെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ ഈ സൈഡ് കരിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയാണ് എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ സ്ഥലം തന്നത്. ധന്യവാദ്. പിന്നെ ഇവിടെ 2 ആൾക്കാർ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മക്കളാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു സാധനം കഴിക്കാൻ എനിക്ക് തോന്നുന്നു ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഗോതമ്പ് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ അടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുവാണ്. ഞാൻ ടൈപ്പ് ചെയ്തിട്ടാണ് അവരായിട്ട് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി നേപ്പാളി ഭാഷ. അവർക്ക് ഹിന്ദി ഒന്നും തീരെ അറിയുന്നില്ല. പിന്നെ ഇവർ പറയുന്ന നേപ്പാളി ഭാഷ എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. കാരണം ഭയങ്കര സിമിലറാണ് ഹിന്ദി. അതുപോലെ തന്നെ ഞാൻ പറയണ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാവും. കാരണം നേപ്പാളി ഭാഷ ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിക്ക് കഴിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്. പയറാന്ന് തോന്നുന്നു. പയർ ഇങ്ങനെ ഇതാക്കിയ സാധനമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അവർക്ക് ഭയങ്കര നാടാ വീഡിയോയിൽ വരാനായിട്ട്. അവർ ചിരിക്കുന്നു. എന്തോ പയറ് റോസ്റ്റ് ചെയ്തതാണ്. പല്ലടക്കിതാവുന്നുണ്ട് കേട്ടോ വെള്ളിയെ കടിക്കുമ്പോ. ഇവിടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചോറും ജസ്റ്റ് അതിങ്ങനെ എന്താ ബീൻസ് പോലത്തെ ബീൻസ് ഇല്ല അതിൽ, പിന്നെ ഉരുളക്കിഴങ്ങും. ഇത് തന്നെയാണ് ഇവർ ഇവിടെ മെയിനായിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ ദിവസവും തന്നെയാണ് കഴിക്കുന്നത്. എനിക്ക് ഫുഡൊന്നും ഒരു പ്രശ്നമേ ഇല്ല. പക്ഷെ ഇവിടെ രാത്രിത്തെ ഉറക്കം, തണുപ്പ് സഹിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, കാലുവേദനയാണ്. തണുപ്പ് കാരണം കാലെപ്പോഴും മടക്കി വെച്ച് കാലെപ്പോഴും വേദനയാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നെറ്റൊന്നുമില്ല. ഇന്നുള്ള നെറ്റുള്ള സ്ഥലത്ത് എത്തണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ. കഴിച്ചോട്ടെ. കുഴപ്പമില്ല, നല്ല എല്ലാ ദിവസവും നല്ല വിശപ്പാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നല്ല പോലെ കഴിക്കും. അവരെനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഈ റൂം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് വന്നു, ഇൻ്റർനെറ്റ് പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. വീഡിയോ ഇടാനൊക്കെ ഇൻ്റർനെറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുവഴി. നോക്ക്, ഇതാണ് റൂം. എന്തെങ്കിലും ഒന്ന് നേരെ ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ആ പുതപ്പ് തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ടോയ്ലറ്റെല്ലാം കുറേ ദൂരെയാണ് കേട്ടോ. കുറേ അപ്പുറത്തേക്ക് പോയിട്ട് വേണം പോകാനായിട്ട്. പോകുന്ന വഴി തന്നെ മറ്റേ ടാസ്ക് വഴികളാണ്. കണ്ടാ, ബാത്റൂമൊക്കെ പോകുന്ന വഴി കേട്ടോ ഇത്. നോക്ക്, അവർ മുകളിലേക്ക് കയറുന്ന സാധനം ഉണ്ടോ, പിടിക്കാനുള്ള സാധനം അത് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൈപ്പെല്ലാം വെച്ചിട്ട്. നോക്കി ഇങ്ങനെ ഇറങ്ങണോ, ബാത്റൂമിൽ പോകാനുള്ള വഴിയാട്ടെ ഇത്. നോക്ക്, ഇങ്ങനെ വേണം പോവാനേ. അയ്യോ, എത്തി തുറക്കണം. എന്താ അടുത്ത ബാത്റൂമിലൊക്കെ പോകാനുള്ള വഴി തന്നെ ഭയങ്കര ടാസ്ക്കാണ്. കണ്ട, ഇതൊക്കെയാണ് ടോയ്ലറ്റ്. ഇത് പിന്നെയും ബെറ്റർ ആട്ടോ ഇവിടുത്തെ ടോയ്ലറ്റ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ടോയ്ലറ്റ് ഇതിൻ്റെ അപ്പുറം ടാസ്ക്കായിരുന്നു. ഞാനിതവിടെ വീണു. ഞാനിവിടെ വീണു. ചത്തിട്ടില്ല ഞാൻ. അയ്യോ, ഞാനിത് നടന്ന് ഇതുവഴി വരുമായിരുന്നു. ഞാനിവിടെ ചവിട്ടി ഞാൻ താഴെത്തി. അയ്യോ, ഞാൻ താഴെത്തി. എൻ്റെ കാല് എനിക്കൊന്നും പറ്റുള്ളൂ. നോക്ക്, എൻ്റെ കൈ നോക്ക്. എന്തോ പറ്റി എനിക്ക് കൈയിനകത്ത് ബ്ലഡ് ആയതുകൊണ്ടാ. നീലേ, എൻ്റെ കാലൊക്കെ എവിടേക്കോ പ്രശ്നമുണ്ട്. മുഖമൊക്കെ എന്തോ പോലെ എന്തോ ആയിട്ടുണ്ട്. ഇവിടെ ഇടിച്ച് താഴെ ഇടിച്ച് എന്തൊക്കെയോ ആയി. ഒന്നോടി കിടക്കാം. കാലൊക്കെ
ഇതെവിടെ തടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വേദന എടുക്കണം. എനിക്ക് വേദന ഒന്നും സഹിക്കാൻ പറ്റില്ല. ഈ ചെറിയ വിരലുകൊണ്ട് ഇത്രയും തടിച്ചിരിക്കണ്. ഇവിടെ എനിക്ക് അനക്കാൻ പറ്റണില്ല. ഭയങ്കര വേദന. ഇവിടെ എന്തെങ്കിലും നീല കളറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തടിച്ചിട്ട് നീലയായി. അവിടെ ഇങ്ങനെ ചെറിയ പൊട്ടലുണ്ട്. ഇങ്ങനെ ചിരകി പൊളിഞ്ഞേക്കുന്നത്. ഇതിന് എൻ്റെ കാലിൻ്റെ നഖമൊക്കെ പോയി. കണ്ടോ കാലിൻ്റെ നഖം കണ്ടോ? നോർമലിയുള്ള നഖം എങ്ങനെയാ നോക്കിയേ? നോർമലി ഇങ്ങനെ ഇവിടെ ഒരഞ്ഞിട്ട് എന്തോ ആയി. ഇവിടെ ഒരഞ്ഞിട്ട് വേദന എടുക്കും. ഭയങ്കര വേദന എടുക്കും. എൻ്റെ കാല് നോക്കി. എൻ്റെ കാല് കണ്ടോ? നോർമൽ നഖം. ഇത് പൊളിഞ്ഞ നഖമെല്ലാം പൊളിഞ്ഞു പോയി. വേദന എടുക്കുക. ഭയങ്കര വേദന എടുക്കുക. ഇവിടെയൊക്കെ തൊടാൻ പറ്റുന്നില്ല. ജീവൻ പോണ വേദന. ഇതിങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ ഉണ്ട്. ഇതുണ്ടോ? ഈ വിരലിങ്ങനെ ഷിവർ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഇതായിട്ട് എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര വേദന. എനിക്കറിയില്ല ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന്. എനിക്കിവിടെ വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേദന സഹിക്കാനുള്ള കഴിവ് തീരെയില്ല. ഇവിടെ ഇങ്ങനെ തൊടാൻ പോലും പറ്റണില്ല. ഇവിടെയൊക്കെ എന്തോ പറ്റി. ഇവിടെ ഞാനത് ആക്ച്വലി താഴെ വീണിരുന്ന എൻ്റെ നടുവിടെ ഞാൻ താഴേക്ക് ഞാൻ പോയി. അപ്പോഴും ഞാൻ കൈ വെച്ച് പിടിച്ചിട്ട് ഞാൻ നിന്നത്. ഒറ്റ സെക്കൻഡിലാണ് ഞാനത് താഴെത്താണ്ടിരുന്നത്. ആ പലക ഞാൻ താഴ്ത്തിയില്ല. ആ ഗ്യാപ്പിൽ ഇങ്ങനെ പോയി. ഞാൻ പകുതി മുക്കാലും പോയി. എന്നിട്ട് ഞാൻ പിടിച്ചു നിന്നത്. എൻ്റെ കൈ വെച്ച് ഞാൻ പിടിച്ചു നിന്നത്. എനിക്ക് എവിടേക്ക് വേദന എടുക്കുന്നുണ്ട്. എൻ്റെ ചന്തി കുത്തിയാണ് വീണത്. ആ ചന്തി സൈഡ് പിടിച്ചതായത് ഇടുപ്പും ഭയങ്കര വേദന. എനിക്ക് തലക്ക് കറങ്ങണം എന്തോ ആവുന്നു. ഇന്നലെ ഞാൻ വീണിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടതാ ഇപ്പോൾ അവരൊരു മരുന്ന് തന്നത്. നമ്മൾ വേദനയൊക്കെ ഉള്ളത് ആകെ ഈ ഒരു മരുന്നുള്ളൂ. അത് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നാണ് കേട്ടോ. ഇപ്പം ഉച്ചയായിട്ടുണ്ട്. ഞാനിതാ എൻ്റെ കാലിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര സീനാണ്. കണ്ടോ ഈ കാലിൽ നഖം മൊത്തം പോയി. ഈ നഖം പോയി. രണ്ടെണ്ണവും ഇവിടെ ഇങ്ങനെയായി. ഇതുണ്ടോ? ഇതിനൊരു കുഴപ്പമില്ല. ഞാൻ കാലിലെ നഖം വെട്ടിയായിരുന്നു ഇന്നലെ. ഇതൊന്നും വെട്ടാൻ പറ്റിയില്ല. കാരണം അവിടെ തൊടാൻ പോലും പറ്റില്ല. ഭയങ്കര വേദനയാണ്. എൻ്റെ ഈ ഷൂ ഇടാൻ പറ്റൂല. ആ ഷൂ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതാ ഇതാണ് കേട്ടോ ഇടുന്നത്. ചെരുപ്പാണ് ഇടുന്നത്. എന്ത് ചെയ്യാന്നറിയില്ല. ഇവിടുന്ന് ഇനി കുറച്ച് ഇൻ്റർനെറ്റ് രാവിലെ ആയിട്ട് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇൻ്റർനെറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങനെ മാറണം എന്ന് ഓർത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ അവർ എങ്ങോട്ടോ മുകളിലേക്ക് എവിടേക്കോ പോയിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും വണ്ടി വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. ഇവിടെ നോക്കതേ ഇവിടെ കുറേ ഗോതമ്പെല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട്. വണ്ടി എപ്പോഴെങ്കിലും വരുമെന്ന് വിചാരിക്കണം. മന്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷേ ഓഫ് റോഡ് ആയതുകൊണ്ട് വണ്ടികൾ എപ്പോഴേലും ഉള്ളതുകൊണ്ട് എപ്പോൾ എത്തുകയെന്ന് അറിയില്ല. അവിടെ പോയിട്ട് അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് കാലിന് അധികം നടക്കാൻ പറ്റില്ല. അധികം സ്ട്രെയിൻ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പം നടക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ തൊണ്ടിയാണ് നടക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ എത്തിപ്പെട്ടത്. ഇവിടെ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഭയങ്കര പയ്യെ നടക്കുന്നത്. കാല് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ട് എനിക്കിത് ഈ ഒരു പയ്യയുടെ ട്രക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഭയ്യ നേപ്പാൾഗഞ്ചിലേക്കാണ് പോകുന്നത്. എനിക്കും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നേപ്പാൾഗഞ്ച് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റൂല. എനിക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് ഇനി അടുത്ത നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള ചെറിയ വില്ലേജിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാന്ന്. അല്ല എനിക്ക് ചൂടെടുത്തിട്ട് പിന്നെ AC റൂമൊക്കെ എടുത്ത് നിൽക്കേണ്ടി വരും. എനിക്ക് എന്താ അറിയില്ല, ചൂട് ഭയങ്കര പ്രശ്നമാണ്. അത് എൻ്റെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ താമസിച്ചിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഒരു 300 കിലോമീറ്ററൊക്കെ ഉണ്ട് ലക്നൗവിലേക്ക്. 300 അതിൽ കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. പക്ഷേ പിന്നെ പയ്യെ പോകും. എനിക്ക് എന്തായാലും ഇപ്പോൾ കാലുവേദന എടുത്തിട്ട് ഒരുപാട് പോകാനും പറ്റില്ല. എന്തായാലും ഇതുപോലത്തെ ട്രക്കൊക്കെ ഇനിയും പോകുമായിരിക്കും അങ്ങോട്ട്. ബയ്യയുടെ വണ്ടിയില്ല, ബയ്യ ഒറ്റക്കാണ്. ബാഗിന് അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ ബാക്കിയുള്ള വണ്ടിയിലൊക്കെ 3-4 ആൾക്കാരുണ്ടാവില്ലേ. ഞാൻ ഈ കാല് വെച്ചിട്ട് ഞാൻ ഈ ട്രക്കിൽ കയറിയിട്ടോ. എനിക്ക് ട്രക്കിൽ അത്രയും കയറി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കയറാൻ പറ്റിയത്. കാരണം എൻ്റെ ഈ കയ്യിൻ്റെ ഇതും എനിക്ക് കൈ ഇങ്ങനെ മടക്കാനും പറ്റുന്നില്ല. ഭയങ്കര വേദനയാണ്. അപ്പോൾ ഓൾറെഡി കയ്യും കാലും വേദന വെച്ച് എൻ്റെ ലെഫ്റ്റ് കാലും ലെഫ്റ്റ് കയ്യും സീനായിട്ടും ഞാൻ ഈ ട്രക്കിലൂടെ പിടിച്ച് കയറിയിട്ടോ. അത് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രം കയറാൻ പറ്റി. നോർമലി അല്ലെങ്കിൽ കയറാൻ പറ്റൂല. പോകുന്ന വഴി കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. നോക്കി കണ്ടാ, ഇതുവഴിയാണ് പോകുന്നത്. यूट्यूब में वीडियो डालते हैं. अभी आएगा. आपका नाम क्या है? बुआन. ओके ठीक है.
പേടിയാവണിട്ടോ സത്യമായിട്ട്. റോഡ് ഇവിടെയൊക്കെ കുറച്ച് റോഡുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ റിസ്കി ആയിട്ടുള്ള വഴി കൂടെയാണ് പോകുന്നത്. കണ്ടോ ഇവിടെ എല്ലാം വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ചൂടായിട്ടോ. എത്ര സൈഡിൽ കൂടെ പോകുന്നതെന്ന് കണ്ടോ. പേടിച്ചാണ് ഞാൻ പോകുന്നത്. ചെറിയ ഗ്യാപ്പുള്ളൂ. താഴേക്ക് അങ്ങോട്ട് കൊക്കുകയാണ്. ഇങ്ങനെ ഒരു സൈഡിലൊരു ദൂരമില്ല. അങ്ങനത്തെ റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. എൻ്റെ പേടിയാവുന്നു. ഇപ്പൊ കുറച്ച് റോഡുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് ആയിട്ടാണ് അങ്ങനെ ആവുക. ഈ വഴിയൊന്നും റോഡായിട്ട് കൂട്ടാൻ പറ്റൂല കേട്ടാ. ജസ്റ്റ് പാറയിലൂടെ പോകുന്ന പോലെയാണ്. നോക്ക്, പാറയും അരുവിയും മലയും. നോക്ക് എത്ര വലിയ മൗണ്ടെയിൻസാ. കുറേ മൗണ്ടെയിൻസിന്റെ നടുവിൽ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയാണ്, അത് റോഡായിട്ട് കൂട്ടാൻ പറ്റൂല. അങ്ങനത്തെ ഓഫ് റോഡ് ചാടി പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കിയേ, അത്ര വലിയ മൗണ്ടെയിൻസാ. കല്ല് കണ്ടാ പൊട്ടി താഴെ വീഴൂലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾക്കാർക്ക് എന്തോരം പ്രാന്തുണ്ട് എന്നുള്ള തെളിവാണ് കേട്ടോ അപ്പുറം കാണുന്നത്. അവിടെ നോക്കുക, മലയുടെ മുകളിലാണ് വീട് കണ്ടോ. ഇറങ്ങി ഭയങ്കര ചാട്ടമായിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ അല്ല, ആ മലയുടെ മുകളിൽ വരെ വീടാ. ഒന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ അവിടേക്ക് എത്തിപ്പെടുന്നത്. എങ്ങനെയാ സ്ഥലങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ പേടിച്ച് നെഞ്ചുവേദന എടുക്കുന്നു വഴി പോകുമ്പോൾ. അത്രയും സീനായിട്ടുള്ള വഴിയിലൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ വന്ന വഴി കണ്ടോ, അതെ ഞാൻ വന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ആ വര കണ്ടോ, ആ വരയിൽ കൂടെ വന്നത്. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടൂല. അങ്ങനത്തെ വഴിയിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. സൈഡിലൊന്നും ഒരു ഇതുപോലും വെച്ചിട്ടില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതൊക്കെ സിമ്പിളായിട്ട് കണ്ടാ. ഒരു പേടിയില്ലാണ്ട്. എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇവിടുത്തെ ഈ വഴിയിലൂടെ വന്നിട്ട് സത്യമായിട്ടും ഇവിടെ ഒരു സൈഡിലൊരു ഇതെങ്കിലും കാണുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്തൊന്നും അതുപോലും ഇല്ല. വന്ന വഴി എൻ്റെ അമ്മ വലിയ റിസ്ക് വഴിയിലൂടെയാണ് വരുന്നത്. അന്ന് വന്നപ്പോൾ രാത്രിയും ഒക്കെ വന്നത്. പിന്നെ മറ്റേ വണ്ടിയിൽ പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക്. ഇപ്പോഴാണ് ഞാൻ ഈ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇവിടെ കുറച്ച് റോഡുണ്ട്, കുറച്ച് അപ്പുറമൊന്നും റോഡ് പോലും ഇല്ല. ഈ റോഡ് വരുന്നതിന് മുന്നേ ഇവിടെ എങ്ങനെയായിരുന്നു അതാണ് ആലോചിക്കുന്നത്. ഞാൻ വന്ന വഴി കണ്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ഒരു മലേൻ്റെ നടുവിലൂടെ ഞാനിങ്ങനെ വന്നേക്കുന്നു. നോക്കിയേ, സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടാ. ഇങ്ങനത്തെ വഴിയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. ഞാനിതാ മന്മ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകളും ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇൻ്റർനെറ്റൊക്കെ ഉണ്ട് കേട്ടോ. സോ നല്ല വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ഞാനിങ്ങനെ നൊണ്ടിയാണ് നടക്കുന്നത് കേട്ടോ. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദന എടുക്കുവാണ്. ബസാറിലേക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട്, ഒരു 800 മീറ്റേഴ്സും കൂടെ ഉണ്ടാവും തോന്നുന്നു. വണ്ടി വല്ലതും കിട്ടുവാണെങ്കിൽ ലിഫ്റ്റ് അടിക്കണം, ബൈക്ക് വല്ലതും കിട്ടിയാൽ. അല്ലെങ്കിൽ നടന്ന് തന്നെ പോകണം. ഒരുപാട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് വേദന എടുക്കും. നടക്കുമ്പോൾ തന്നെ വേദന എടുത്തുകൊണ്ടായിരിക്കുന്നത്. ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ പറ്റില്ല കാലിന്. ഞാൻ എന്തായാലും ബസാറിലേക്ക് പോകുന്നു, ഇവിടെ ടൗണിലേക്ക്. ടൗണിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് വേണം ഗ്രാമത്തിൽ എവിടെയെങ്കിലും സ്റ്റേ ആക്കാൻ. അവിടുന്ന് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ എന്താ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്നാണിതാ. ഇവിടെയാണ് ടോയ്ലറ്റ്. ഇതുവഴി വേണം കയറിയിട്ട് പോകാൻ. ഞാൻ ഈ കാല് വെച്ചിട്ടാണ് ഞാൻ ഇതുവഴി കയറുന്നത് കേട്ടോ. ടാസ്ക്കാണ്. വഴി നോക്ക്, വഴിയില്ല. കൈ കാല് ഇവിടെ കുടുങ്ങുന്നേ. ഈ ക്യാപ്പിൽ കൂടെ വേണം കയറാനായിട്ട്. ചിക്കൻ റൈസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ചിക്കൻ കറിയും റൈസും ആയിരുന്നു. പക്ഷെ കിട്ടിയത് ഫ്രൈഡ് റൈസാണ്. ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു ഫ്രൈഡ് റൈസ്. എന്തോ ഒരു ലോഡ് കളറും. എനിക്കറിയില്ലായിരുന്നല്ലോ, ഞാൻ എന്തോ വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയത്. ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ വന്നൊരു പുള്ളിക്കാരി എനിക്ക് സംസാരിച്ച് അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ. ഇപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവന്ന്. ഇതാണ് പുള്ളിക്കാരി. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് കാലൊന്നും നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയാ. ഇതർ ജനപ്പെടുക. ഇതുവഴിയൊക്കെ പോണം. താങ്ക് യു. ഇതാണ് പുള്ളിക്കാരി. आपका नाम क्या है? യമുന. बहुत धन्यवाद. അപ്പോൾ യമുന ആണ് എന്നെ അവിടെ നിന്ന് എടുത്തു കൊടുന്ന്. ഇത് പുള്ളിക്കാരുടെ റിലേറ്റീവിൻ്റെ വീടാണ്. आपका नाम नेपाल कुंज है ना? इधर एग्जाम के लिए आया. एग्जाम क्या एग्जाम? हाँ, बोर्ड एग्जाम. आपका कितना उम्र? 19 कितना है? 19 कितना है? इंग्लिश 19 पता नहीं आपको? नहीं पता. इंग्लिश में क्या है? इंग्लिश में
ഹിന്ദി ബഹുത് नहीं आता है ആ എത്രയോ പറഞ്ഞു. സോ ദേ ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ ഞാൻ എത്തിയിട്ടില്ല. ഇവിടുത്തെ വഴികൾ ഭയങ്കര സീനാണേ. എന്നെ ആ പുള്ളിക്കാർ പിടിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഇത്രയും മുകളിലേക്ക്. എനിക്ക് ഒന്നാമത് കാല് ഭയങ്കര വേദന ആയതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടു. ഒന്നാമത് പേടി. അതിൻ്റെ ഇടയിൽ കൂടെ ഇത്രയും ഹൈറ്റിലേക്കും കൂടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുള്ളിക്കാരി എൻ്റെ ബാഗൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. എന്ത് പറഞ്ഞു ബാഗ് ഇതാന്ന് പറഞ്ഞു. എനിക്ക് ബാഗൊന്നും വെച്ച് കയറാൻ പറ്റുന്നുണ്ടായില്ല. കുറച്ച് ദൂരമുള്ളൂ, പക്ഷേ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള വേലാണ് വന്നത്. എൻ്റെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ സേഫായിട്ട് കൊണ്ടുവന്നത്. പിന്നെ കൈയൊക്കെ ഉണ്ട് എപ്പോഴും ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നും ഓക്കെ ആയിട്ടില്ല. നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ എന്താ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാണ്ട് ഒന്ന് വിടാണ് സ്റ്റേ ചെയ്യുന്നത്. ജസ്റ്റ് റാൻഡംലി എൻ്റെ അടുത്ത് പരിചയപ്പെട്ടിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നെയാ. ഇവിടുത്തെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ എന്താണ് റൂം ഇതേ കണ്ടോ. ഇത് പഴയ ടൈപ്പ് റൂം തന്നെയാണ്. ഇവിടെ ആക്ച്വലി പക്ഷേ മറ്റേ ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ദേ പിള്ളേരൊക്കെ ഉണ്ട്. ഓക്കെ ക്യാ മിഠാ കിസ്കെ ബനായാ नहीं पता ചീനി പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കിയതൊന്ന്. പഞ്ചസാര ഇട്ടുണ്ടാക്കിയ സാധനം എങ്ങനെ കഴിക്കുന്നത്? ജസ്റ്റ് പഞ്ചസാര. നമ്മുടെ കൽക്കണ്ടം സെയിം കൽക്കണ്ടത്തിന് ടേസ്റ്റ്. നല്ല ടേസ്റ്റ്, നല്ല ഷുഗറാണ്. ഇവിടെ നോക്ക് അവര് തീ കത്തിക്കുന്നുണ്ട്. തീ കത്തിച്ചിട്ട് നോക്ക് ആ ഒരു സാധനം കണ്ട നമ്മുടെ ഗോതമ്പ് ഓൾറെഡി പുഴുങ്ങിയിട്ടുണ്ട്. അത് കത്തിക്കാൻ പോന്നു. ക്യോ ऐसा कर रहा है? खाने के लिए ഇതൊരു എങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാൻ പോണെന്നുള്ളതാണ് എന്റെ സംശയം. അറിയില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ഗ്രാമത്തിൽ പോയി നിൽക്കുമ്പോഴാണ് അവരുടെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിന്റെ കാറ്റടിച്ചോണ്ട് നിൽക്കുന്നത്. ആ കണ്ട സ്മോക്ക് കത്തി പോവില്ലേ അങ്ങനെ ആക്കി കഴിഞ്ഞാ? അത് ഞാൻ ചോദിക്കണം. അയ്യോ ഇങ്ങോട്ട് പുക വരുന്നു. നോക്ക് നല്ല രസമുണ്ട് കേട്ടോ. അതിന്റെ നമ്മൾ നല്ല മുകളിലാണുള്ളത്, അതുകൊണ്ട് നല്ല വ്യൂ എല്ലാം കാണാം. അവിടെയൊക്കെ നോക്ക്. ഞാൻ കുറച്ച് ദിവസം തന്നെ ഈ ഏരിയയിൽ നിൽക്കുന്നാലോ എന്ന് ആലോചിക്കുന്നു. കണ്ടോ അവിടുത്തെ വീടുകൾ നോക്ക്. എല്ലാം ഹൈറ്റിൽ താഴേക്ക് ഇങ്ങനെ പോയിട്ടുള്ള വീടുകളാ. അവിടെ അവരത് കത്തിച്ച് കഴിഞ്ഞിട്ട് അതെങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. കണ്ടോ അതെങ്ങനെ പെറുക്കി എടുക്കുന്നു. അതാണ് അവർ കഴിക്കുന്നത്. ചുമ്മാ അതൊരു ഈവനിങ് സ്നാക്ക് പോലെ കഴിക്കുന്നയാ. ക്യൂട്ട് കൊച്ച് കണ്ടോ. ഇങ്ങോട്ടൊക്കെ ചുക്കുടുക്കുടുക്കുടു കോൾ കോൾ. താങ്ക് യു. എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടാ. അവർ റെഡിയാക്കി തന്നേ. ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അടിപൊളി. ഇത് കഴിക്കുമ്പോ കോണ് കഴിക്കൂലേ? കോണ് പോലെ തന്നെ തോന്നുന്നു. സാധാ ഗോതമ്പാ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. കയ്യിലൊക്കെ കരിയാവട്ടോ. ആ പുള്ളിക്കാരന്റെ കൈ കണ്ടോ കരി അയക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കരിയാവും എന്തായാലും. ठीक है बाय बाय. आपके मेरे के लिए भी आपका साथ आना पड़ेगा बट बहुत मुश्किल है इसके लिए. ठीक है. അവർ കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ എല്ലാം എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരും വേറെ സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരല്ലേ. ടീക്കെ ബായ്. അപ്പം എനിക്ക് കാല് വേദന എടുത്തിട്ട് ഭയങ്കര വേദന. കുറച്ച് ദൂരം നടന്നില്ല. ആ കുറച്ച് ദൂരം നടന്നതിൽ തന്നെ എനിക്കിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം എനിക്ക് ഭയങ്കര പെയിനാണ്. അതുകൊണ്ട് പോകാൻ പറ്റൂല. സോ ഞാനിതാ തിരിച്ച് അവിടെ റൂമിലേക്ക് കയറും. ഇവിടെ നമുക്ക് പൂക്കളൊക്കെ ആയിട്ട് എന്ത് രസമാണ്. ഭയങ്കര രസമുള്ള പൂക്കൾ. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ ഒരു നല്ല ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പൂ വെച്ചതാക്കിന്. നല്ല രസമുണ്ട്. സോ ഞാൻ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കും. ഇപ്പം ഇത് ഈ വഴി കാണുമ്പോൾ പേടിയാവുക. ഇന്നലെ ഇതേപോലെ വഴിയിൽ നോർമലി പോയതാ. ഇങ്ങനെ പോയപ്പോഴാണ് ഇന്നലെ വീണത് ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ട്രോമ പോലെയായി. അപ്പോൾ ഇത് കാണുമ്പോൾ പേടിയാ. വീട് നടക്കാൻ തന്നെ പേടിയാ. डर लगता है अभी ऐसा ना. मैं गिर गया ना कल रात में, इसके लिए इधर कोई प्रॉब्लम नहीं है ना? ठीक है ठीक है ठीक है ठीक है. കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നേട്ടാ. ഇവിടുത്തെ പിള്ളേരുണ്ട്. ഇവിടെ ഫോണിൽ കളിച്ചിരിക്കാൻ. ഇവിടെ നെറ്റ്വർക്ക് എല്ലാം ഉണ്ട്. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഫോണുണ്ട്. അവിടെ ഒന്നും നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് പിള്ളേർ ഫോണിൽ കളിച്ചിരിക്കുന്നത്. ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് ചോറ് ഇതിൽ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലേറ്റിലാ തന്നെ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അത്രയെന്ന് പറഞ്ഞിട്ട് ഈ പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത്. എനിക്കിത് തന്നെ അധികമാണ്. പിന്നെ ഈ ഇലയും പിന്നെ ക്യുക്കുമ്പറും പിന്നെ എന്തോ ഒരു ടൈപ്പ് സാധനം ഡാലും. ഇതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ക്യോ എന്താ ചിരിക്കുന്നേ? ഇവിടെ വേറെ ആരോ ഉണ്ട് കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എന്തോ പറയുന്നതിനെ അവർ ചിരിക്കുന്നു കേട്ടോ.
ഞാൻ കഴിക്കട്ടെ നീ ഫുഡ്. എൻ്റെ കാല് കണ്ടോ ഇപ്പോഴും സീനായിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. ഞാനിത് ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ ഈ റൂമിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതേ എൻ്റെ ബാഗ് ഞാൻ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇന്നലെ കുഴപ്പമില്ലാണ്ട് ഞാൻ ഉറങ്ങി. ഈ ബെഡിൽ പുള്ളിക്കാരി ഞാനും കൂടെ ഒരുമിച്ചാണ് ഉറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയോണ്ട് അത്യാവശ്യം എനിക്ക് ഉറങ്ങാൻ പറ്റി. പിന്നെ എൻ്റെ അടുത്ത ആരെങ്കിലും കിടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാറുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയായിരുന്നു രാത്രി. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട്. വെയിൽ വന്നപ്പോൾ എന്തോ സുഖം എന്നറിയോ, കാരണം നല്ല തണുപ്പാണ്. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. വാവ്, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഇന്നലെ മഴയായിട്ടാന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ ക്ലൗഡ്സൊക്കെ ഇങ്ങനെ ക്ലൗഡ് ബെഡ് കണ്ട അവിടെയും ഇവിടെയൊക്കെ ക്ലൗഡ് ബെഡാണ് കാണുന്നത്. ഇവിടെ ആക്ച്വലി കുറച്ച് നേരത്തെ ഫുള്ള് ക്ലൗഡ് ബെഡായിരുന്നു. പക്ഷെ ഇപ്പോൾ വെയിൽ വന്നപ്പോൾ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. എന്താ പ്ലാൻ ഇതൊന്നും അറിയില്ല. അടിപൊളിയായിട്ട് ഉറങ്ങി, അതുകൊണ്ട് സമാധാനമുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോകളിൽ കാണുന്നവരെ ബൈ ബൈ.